ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന കംപ്ലൈൻറ്റ് ഐറ്റൽ എന്ന് പറയുന്ന ഈ ബേസിക് ഫോണിൻ്റെ ഒരു കംപ്ലൈൻ്റാണ്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഡാമേജ് ആയാൽ, അതായത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പുതിയ ബാറ്ററി ഇടുമ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ബാറ്ററി എറർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചർ ടു ഹൈ എന്ന് പറയുന്ന ഇങ്ങനെ 2-3 തരത്തിൽ കംപ്ലൈൻറ്റുകൾ കാണിക്കാറുണ്ട് നമ്മൾ പുതിയ ബാറ്ററി ഇടുമ്പോൾ. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു 5C ബാറ്ററി പുതിയതിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചാർജ് കുത്തുകയാണ്. ചാർജർ കണക്റ്റഡ്. ഈ കംപ്ലൈൻറ്റ് മാറിക്കിട്ടുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ ഐറ്റലിൻ്റെ ഇതേ സെയിം ബാറ്ററി തന്നെ വാങ്ങിയിടുക. ടെക്നീഷ്യന്മാരാണെങ്കിൽ ചെറിയ ഒരു റെസിസ്റ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. ഞാനതിപ്പോൾ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ടറാണ് ഇത്. പോസിറ്റീവ് 5 വോൾട്ട്, ഇത് BSI കണക്ഷൻ, ഇത് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് ബാറ്ററിയുടെ പോസിറ്റീവ്, ഇത് BSI കണക്ഷൻ, ഇത് നെഗറ്റീവ് കണക്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടുന്ന് നെഗറ്റീവ് എന്ന ഒരു റെസിസ്റ്റർ BSIയിലോട്ട് കൊടുക്കുന്നു. ഒന്നുകിൽ 10K കൊടുക്കാം, അല്ലെങ്കിൽ 15K, അല്ലെങ്കിൽ 20K. ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാറ്ററി എറർ എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള ബാറ്ററി ആണെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എറർ കണക്ഷൻ വരുവാണെങ്കിൽ അത് മാറിക്കിട്ടും. നമ്മളിപ്പം BSI അതുപോലെ നെഗറ്റീവ് ഭാഗത്ത് ഒരു ഈ 20Kയുടെ ഒരു റെസിസ്റ്റർ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറർ എന്ന് പറയുന്നതും അതുപോലെ ടെമ്പറേച്ചർ ടു ഹൈ എന്ന് പറയുന്ന കംപ്ലൈൻറ്റും കാണിക്കില്ല. ഓക്കെ, നമുക്കിനി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി ഞാനിത് കുത്തിയിടാൻ നോക്കിയിട്ട്. നമ്മൾ എറർ കാണിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് കയറില്ല. ഒന്നെങ്കിൽ ബാറ്ററി എറർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടു ഹൈ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ തന്നെ ഇങ്ങനെ കിടക്കും. ബാറ്ററി ചാർജ് കയറില്ല. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.